അപ്പോൾ അല്ലേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് അറിയണ്ടേ, നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കണ്ടാ, ഈ ഏരിയ ക്ലീൻ ചെയ്യാണ്ട് ഇവിടെ ക്ലീൻ ചെയ്യണം. കാരണം വെള്ളമൊന്നും കറക്റ്റായിട്ട് മഴ പെയ്താൽ താഴത്തോട്ട് പോകണില്ല. അപ്പോൾ എല്ലാ പൈപ്പും നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ അത് നമ്മളെ നല്ല ചൂട്, മുൻപ് നല്ല ചൂട് കൊടുമ്പിന് കുത്തി നിൽക്കുന്ന സമയത്ത് പച്ചോല വെട്ടിങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇട്ടതാണ്. അതാണിപ്പോൾ ഈ അവസ്ഥയിലായത്. അപ്പോൾ ഇതിപ്പോൾ ആ താഴത്ത് അമ്മയ്ക്ക് ഇട്ട് കൊടുത്താൽ അമ്മ കൊത്തിയെറിഞ്ഞ് ഓലക്കൊടി ആയിട്ട് കത്തിച്ചോളും. അപ്പോൾ ഞങ്ങൾക്ക് പയ്യെ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇപ്പോഴാണ് നല്ല ഉണങ്ങിയിരിക്കുകയാണ്. കണ്ട സുഖമായിട്ട്. പിന്നെ കെട്ടും പൊട്ടിയല്ലോ, കെട്ട് പൊട്ടി ഗൈസ്. കിട്ടിയ കയറ് വെച്ചാണ്ട് കെട്ടുക, അത്രേ ഉള്ളൂ. അല്ല, ഉണങ്ങി കഴിഞ്ഞ് ഇങ്ങനെ കിട്ടും സിമ്പിളായിട്ട്. ഉണങ്ങി കഴിഞ്ഞ് കണ്ട ഈ ചപ്പൊക്കെ വന്ന് കണ്ട് അടിഞ്ഞിട്ട് വെള്ളം ഒഴുകാതാവും. ഇന്നത്തെ പണിയൊക്കെ വെയിൽ ആറണ സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുറമൊക്കെ പാടാൻ പൊള്ളി ഒരു വൈറ്റാവും. കാരണം ഇപ്പോൾ കുറച്ച് മഴ വിട്ടിട്ടുണ്ട്. കണ്ട ഗൈസ്, ഇപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. കണ്ട ഈ ഏരിയയും കൂടി ഉണ്ട്. കണ്ട ഇവിടെ കൂടി ക്ലീൻ ചെയ്യണം. ഓ, പുല്ലൊക്കെ കിളിർത്തു ഇവിടെ. പഴയ ബൈക്കിൻ്റെ ആക്സസറീസാണ്. പുല്ലൊക്കെ വന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ടൈൽസ് ഒരു ഓരത്തേക്ക് മാറ്റി വെക്കാം. അതൊക്കെ നമുക്ക് താഴെ പണി വരുമ്പോൾ ആവശ്യം വരും. ഇതാണെങ്കിൽ ബ്ലേഡിനൊക്കെയായി മുറിച്ച് നോക്ക്.
ഇതൊക്കെ നമുക്ക് കൊടുത്തു ഒഴിവാക്കാം. എങ്ങനെ കൊതുക് വരാതിരിക്കുക. അല്ല ടയറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഒക്കെ എടുത്ത് ഒഴിവാക്കണം. പിന്നെ വൈസ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇതൊന്നും നമ്മളതല്ല. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എടുത്തുകൊണ്ടെന്നതാണ്. ഗ്ലാസ് ഉണ്ട് അപ്പുറത്തിട്ടാ. ഈ ഭാഗം ക്ലീൻ ചെയ്യണം. കുപ്പിച്ചില്ലാണ്. എല്ലാം ഒരു കൗതുകത്തിൻ്റെ പുറത്താണ്. എന്തോ പൊട്ടിയത്. ഇത്രയും തോന്നണ ഗ്ലാസ്സാ. ഇതെന്താണ് ഗൈസ്? ഇത് അങ്ങനെ അവിടെ ഉണ്ട് കഴിഞ്ഞു. കുപ്പിച്ചിലൊന്നും ആരും എടുക്കാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുക. കൊടുക്കണം എവിടെയും കൊണ്ടുപോയിട്ട്. ഓൾഡ് മങ്കിന് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഓൾഡ് മങ്കിന് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഈ ഏരിയ ഉണ്ട് ക്ലീനായേ. അതേപോലെ ഒക്കെ ചാക്ക് നിറച്ചിട്ടുണ്ട്. ഈ ഏരിയയും ക്ലീനായി. ഈ ഏരിയയും ക്ലീനായി. ഇനി നമുക്ക് വേണ്ടത് കണ്ട ഇതെടുത്ത് കണ്ട താഴെ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇച്ചിരി ചടങ്ങാണ്. അത് പൊക്കി നോക്കണം. അതിൻ്റെ ഇടയിൽ വല്ല അരണ അങ്ങനെ വല്ലതും ഉണ്ടായി. പാമ്പുണ്ടാവില്ല, അരണ വല്ലതും ഉണ്ടാവുമെന്നൊക്കെ ഒന്ന് തപ്പി നോക്കണം. ചിലപ്പോൾ ഉറുമ്പും കൂടി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ആ പരിപാടി നോക്കാം കേട്ടോ. ഈ ടെറസിൻ്റെ എല്ലാ മൂലയിലുള്ള പൈപ്പൊന്ന് നോക്കണം. കണ്ട ചണ്ടി അടിഞ്ഞെടുക്കണം. കണ്ട ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഇവിടെ ഒക്കെ ഉണ്ട് പൈപ്പ്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. കണ്ട അപ്പോൾ ഏകദേശം 2 ഭാഗം ക്ലീനായി. വലിയ പൊടിയൊന്നും ഇല്ല. ഈ മുരിങ്ങേൻ്റെ ഇലയാണ് അധികം. അപ്പോൾ അതൊക്കെ ഇനിയും പണിയുണ്ട്. പണി കഴിഞ്ഞിട്ടില്ലേ. അതെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഓല എടുത്തുകൊണ്ട് താഴെ അമ്മ കൊത്തിയരിയുണ്ട്. സംഭവം ഞാൻ കാണിച്ചു തരാം. താഴെ അമ്മയെ കൊത്തിയരിയുണ്ട്. അപ്പോൾ ഞാൻ സംഭവം ഞാൻ കാണിച്ചു തരാം. അമ്മ എവിടെ ഒന്ന് കാണട്ടെ. ഞാൻ ഈ ഓല കൂടി മൊത്തം ഇട്ടരട്ടെ താഴത്തേക്ക്. അപ്പോൾ ആൾ കൊത്തി കഴിഞ്ഞോളൂ. അവിടെ വയ്ക്കണ്ട, ബാക്കോട്ട് വെച്ചാൽ മതി. മഴ ചാറിക്കഴിഞ്ഞാൽ ഓലക്കൊടി നനയും. ബാക്കിക്ക് അങ്ങോട്ട് അടുപ്പിൻ്റെ ഭാഗത്തേക്ക് അത്രയ്ക്കേ ഉള്ളൂ. അത് മുരിഞ്ഞിക്കണത്. ഇനി മഴ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളൂല അത്. അപ്പോൾ അല്ലേ ഗൈസ്, നമുക്കിത് മൊത്തം എടുത്തിട്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഒരു ഉറുമ്പുണ്ട. അല്ലാണ്ടല്ല. ചോട്ടൊന്ന് മാറി.
ഞാന്ന് പറഞ്ഞ മാതിരിയേ ആ ചൂട് കൊടുമ്പിന് കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പച്ചോല ടെറസിൻ്റെ മുകളിൽ വിരിച്ചിട്ട് കണ്ട് നനച്ചിട്ടിരുന്നതാണ്. അതാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പോൾ ആലോചിച്ചിട്ട് നമ്മളെ വീഡിയോ ഫോളോ ചെയ്യണവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാനതൊക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ട ചേരട്ടുണ്ട്, ഉറുമ്പുണ്ട്. സംഭവം ഞാനേ കാണിച്ചുതരാം. ഇതാ കിടക്കണം. ഓല പോണത് കാണാട്ടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം ഞാൻ കാണിച്ചുതരാം. ഉറുമ്പ്, നല്ല ഉറുമ്പുണ്ട്. കണ്ടാ ഓ എൻ്റെ പൊന്നാരെ, കണ്ടാ. അപ്പോൾ മുട്ടോളം കയറിയല്ലോ ചോണന് ഉറുമ്പ് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇതിപ്പോൾ എന്താ ചെയ്യാവോ? അത് നോക്കിന്നാലേ സംഭവം നടക്കൂല. എടുക്കുക, ഇത് മാറ്റാം. അപ്പോൾ ഏകദേശം വലിയൊരു റിസ്ക്കാണ് എടുത്തത്. കടിയനല്ല, എന്നാലും ഉണ്ട്. ഈ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നമ്മളെ ചേരട്ട കണ്ടാ, ചേരട്ടകളുണ്ട് കണ്ടാ. അവിടെ വേറെ എണ്ണം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സാധനം മുഖത്ത് കൂടെ അരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പാട് വരുന്നത്. അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പം ഇനി ഈ ഏരിയ കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ്. കണ്ടാ, പിന്നെ തേങ്ങയൊക്കെയാണ്, അതൊക്കെ എടുത്തുകൊണ്ട് ഒരു ഓരത്തേക്ക് വെക്കുക. തേങ്ങയല്ല, കൊട്ടാടി പോയിക്കണതൊക്കെ. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കണ പരിപാടിക്ക് നോക്കേ. കൊന്നോ വൈകുന്നേരേ വെയിലില്ലാന്ന് വിചാരിച്ച് പണി തുടങ്ങിയതാണ്. ഇപ്പോൾ നട്ടുച്ചയ്ക്ക് പണിയെടുക്കണക്കായി അപ്പുറമാണ് ഇപ്പോൾ. അയ്യോ വേറാത്ത ഉറുമ്പു എൻ്റെ വേണ്ടപ്പെട്ട സ്ഥലത്തൊന്ന് കടിച്ചേക്കല്ലേ. പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഇട്ടുകൊണ്ട് തീയിട്ടാലോ. എന്തിനാ വെറുതെ താഴത്തോട്ടിരുന്നു അല്ലേ. ഓ എന്തൊരു ചൂട് എൻ്റെ അമ്മോ. ഹലോ ഗായ്സ്, എൻ്റെ അവസ്ഥകൾ കണ്ടോ ഗായ്സ്. ഓ എന്തൊരു ചൂടാണ് എൻ്റെ അമ്മോ. ഓ കണ്ട ക്ലൈമറ്റ് മാറിയത് കണ്ട, മഴക്കാറുണ്ട് തോന്നുന്നു. കണ്ട വാവ്, മഴ പെയ്താൽ മതി. മഴ പെയ്താൽ സൂപ്പറായിരുന്നു. ഇപ്പോൾ 2 ദിവസമായി മഴ പെയ്തിട്ട്. അപ്പോൾ ഇനി കണ്ട ഈ കൂട്ടിയിട്ടും കൂടി ഉള്ളൂ. ഈ പൈപ്പിൻ്റെ അവിടെ ഉള്ളത് ക്ലീൻ ചെയ്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത്, മൊത്തമായിട്ട് ക്ലീൻ ചെയ്തു. പോലെ ഗായ്സ് ഏകദേശം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നെ. ഇതൊക്കെ നമ്മൾ സ്വാഭാവികം ചെയ്യണ പരിപാടികളാണ്. ഓക്കെ അല്ല ഗായ്സ്, ഇനിയുള്ള ഒരു ഏരിയ കൂടിയാണിത്. ഇതാണ് ക്ലീൻ ചെയ്താൽ കഴിഞ്ഞ്. ഇതൊക്കെയാണ് ഈ പൈപ്പിൻ്റെ അടിയിൽ പോയിട്ട് അടിയുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടാ. നമുക്ക് ആ ഉള്ള ചണ്ടി കൂടി ഒന്ന് തീയിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിഞ്ഞ്. കണ്ട കത്തോ ഇല്ലയോ നോക്കാം. നമുക്ക് ഇതൊന്ന് തീയിട്ട് നോക്കാം, കത്തോ ഇല്ലയോ നോക്കാം. അങ്ങനെ കത്താതിരിക്കുക അല്ലേ.
മണ്ണെണ്ണയാണ് ഗൈസ്, പെട്രോളല്ല. പെട്രോൾ ഇങ്ങനെ വെക്കാനും കഴിയില്ല. ഡീസലും അല്ല, പെട്രോളും അല്ല, ഓൺലി മണ്ണെണ്ണ. ഓക്കെ. ഓ, മണ്ണെണ്ണയ്ക്ക് ഭയങ്കര പവറാണല്ലോ. അപ്പോൾ ഗൈസ്, ഇതോടുകൂടി ഈ വീഡിയോയുടെ കഴിയട്ടാ. പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം. അപ്പോൾ ബൈ. ഓക്കെ.